ഈ സിനിമയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൈഡിൽ മാത്രം നിൽക്കുന്നതല്ല. അതായത് അധികാരം എന്ന് പറയുന്നതിന് കാസ്റ്റോ ജെൻഡറോ പ്രിവിലേജോ ഒന്നും വിഷയമല്ല. അത് ആ പവർ ഡൈനാമിക്സിനെതിരെ ആരെപ്പോൾ തിരിയുന്നു അയാളെ ട്രാപ്പ് ചെയ്യും, അയാളെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ എസ്റ്റാബ്ലിഷ്മെന്റും അധികാരം തെളിയിച്ചോണ്ടിരിക്കുന്നത്. ആദിവാസികളെ എങ്ങനെയാണ് ബ്രൂട്ടലായി 18 റൗണ്ട് വെടിവെച്ചു, ദിസ് ഇസ് ദ മെസ്സേജ് ടു കേരള എന്നൊക്കെ പറയാൻ അധികാരത്തിലിരിക്കുന്നവർക്കും പോലീസിനൊക്കെ എങ്ങനെ പറ്റി? സമരം ചെയ്താൽ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയാൻ അധികാരത്തിലിരിക്കുന്നവർക്ക് പറ്റുന്നു, അതിൻ്റെ ആലോചന അവർക്ക് വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ മറുപടി എന്നോണം ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നമുക്കുള്ളിൽ അത് വർക്കായിട്ടുണ്ടാവും. അവർ തന്നെ എന്തെങ്കിലും ചെയ്തരോ? സിസ്റ്റം ഈസ് ഓൾവേസ് സിസ്റ്റം, അതിന് മാറ്റമില്ല. അത് ആളുകളുടെ മുഖങ്ങളും ഇത് മാറുന്നല്ലാണ്ട് അധികാരത്തിന്റെ ആ ഒരു ഫോർമുല എപ്പോഴും ഒരേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് പരമാവധി ഏറ്റവും അവസാനം ഇരിക്കുന്ന ആളിലേക്ക് എത്തിക്കാനുള്ള ആദ്യത്തെ ശ്രമമാണ് ടോവിനോ. ടോവിനോ അത് പിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അയാൾക്കുള്ളിൽ രാഷ്ട്രീയമാണ് അത് ഈ സിനിമയെ പിക്ക് ചെയ്യുന്നത്. ആ അതെ, കുറ്റം ചെയ്തത് ഞാൻ മാത്രമല്ലല്ലോ സാറേ. നടൻ മാത്രമല്ല, അയാൾ പുസ്തകങ്ങൾ വായിക്കുന്ന, സിനിമകളെ വിശാലാർത്ഥത്തിൽ കാണുന്ന, സോഷ്യൽ സാഹചര്യങ്ങളിലെ കോൺഫ്ലിക്റ്റുകളെ കാണുന്ന ആളാണ്. അല്ല, എനിക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഉമ്പർട്ടോയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ എന്തിനാണ് ചരിത്രം എഴുതുന്നത്, നമ്മൾ ഫിക്ഷൻ എഴുതുക, അത് പിന്നീട് ചരിത്രമാണ്. ഞാൻ ഏതാണ്ട് ഒരു 30ഓളം പ്രൊഡ്യൂസേഴ്സിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിന് വളരെ നല്ല സ്ക്രിപ്റ്റാണ്, പക്ഷേ തിയേറ്ററിൽ ഓടില്ല. നല്ല തിരക്കഥ, നന്നായി സംവിധായകൻ ചെയ്യും, ടോവിനോ തോമസ് അഭിനയിക്കുന്നു, എന്നാലും ഓടില്ല. അയാൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല, എനിക്കൊന്ന് വന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ എന്നാണ്. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നല്ല, കല പ്രതികാരം ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നാലും പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ വിരുദ്ധ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാർ നമ്മൾ രണ്ടുപേരും. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും പോസിറ്റിവിറ്റി എന്ന് വിചാരിക്കുന്നത്. കുട്ടനാട്ടിൽ 10 ഏക്കർ സ്ഥലമുള്ള ഒരാൾ, സപ്പോസ് വയനാട്ടിൽ 1 സെന്റ് ഭൂമിയില്ലാത്ത ഒരാൾ, ഒരു മഴക്കാലത്ത് ഇവർ രണ്ടുപേരും ഒന്നാണ്. സാധാരണ ഇതിൽ നിന്ന് മണ്ണ് കെട്ടിയിട്ട് തറയുണ്ടാക്കും. ഒരു ചതുരത്തിലായിരിക്കും കുടില്, അതിനുള്ളിൽ മുറികൾ കുറവാണ്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെ കിടക്കും എന്നൊക്കെ. നമ്മൾ സുരക്ഷിതമായ ഒരു ഇതിൽ നിൽക്കുമ്പം ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ആ ഡയലോഗ് എഴുതാനുള്ള ഒരു റെഫറൻസ് നമ്മുടെ ജീവിതാനുഭവം കൂടെയാണ്. അങ്ങനെയുള്ളൊരു യാത്രയിലാണ് ഇപ്പം ഹരിവട്ടിലെത്തുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുള്ളൂ, അത് വാശിയാണ്. പട്ടിണി കിടന്നാലും അത് ചെയ്യുള്ളൂ. കെട്ടിയ കുടിലുകൾ മുഴുവൻ പൊളിച്ച് സ്ഥലം വിട്ടോളണം. പേടിയില്ല സാറേ, മരിക്കുന്നെങ്കിൽ ഈടെ കിടന്ന് മരിക്കാം.